ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പുതിയ ചാനലാണ് മേക്ക് യുവർ വേൾഡ്. ഞങ്ങൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവിധ കാര്യങ്ങളും, അതായത് ഞങ്ങൾക്ക് അറിയുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളങ്ങനെ ഇന്ന കാറ്റഗറിയിലുള്ള വീഡിയോസ് മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു ഉദ്ദേശവുമില്ല. നമ്മൾ ട്രാവൽ വീഡിയോസ് ചെയ്യും, റിവ്യൂ ചെയ്യും, അൺബോക്സിങ് ചെയ്യും, പിന്നെന്താ DIY വീഡിയോസ് ചെയ്യും, ഇനി വേണ്ടി വന്ന റോസ്റ്റിംഗ് വരെ ഞങ്ങൾ ചെയ്യും. അപ്പോൾ ഇന്ന് ആദ്യമായി ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് MiBox 4K. 4K കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 4K റെസൊല്യൂഷൻ കോമ്പാറ്റബിൾ ആണ്. ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ CRT ഒക്കെ മാറ്റി ഇപ്പോൾ നമ്മളെല്ലാവരും എന്തിലേക്ക് മാറിയിട്ടുണ്ട്, LED LCDയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും അതാണ്. പക്ഷേ കുറേ വീടുകളിൽ കുറച്ചും കൂടി കാശുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, സ്മാർട്ട് TV വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളുടെ സാധാരണ TV സ്മാർട്ട് TVയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ MiBox യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് MIയുടെ ബോക്സ്, അതുപയോഗിച്ചിട്ടാണ് നമ്മളുടെ സാധാരണ TV സ്മാർട്ട് TVയിലേക്ക് മാറ്റുന്നത്. പിന്നെ അതിൻ്റെ റിമോട്ട് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വോയിസ് റിമോട്ടാണ്. അത് മറ്റുള്ള റിമോട്ടിൽ നിന്ന് പ്രത്യേകത, ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള റിമോട്ടുകളൊക്കെ നമുക്കറിയാം മുമ്പിലൊരു ചെറിയൊരു LED പോലത്തെ സാധനം കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IR നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അത് ഉപയോഗിച്ചാണ്, അതായത് ഇൻഫ്രാറെഡ് യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള റിമോട്ടുകളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനർത്ഥം നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ TVയിലേക്ക് നേരിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ തൊട്ട് അപ്പുറത്തെ റൂമിലാണെങ്കിൽ പോലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടാനുള്ള റേഞ്ചിലാണെങ്കിൽ ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു HDMI കേബിളാണ്. അത് ഈ ഡിവൈസും TVയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഒരു പവർ അഡാപ്റ്ററാണ്, അതായത് ഇതിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ MiBox. വളരെ ചെറുതാണ്, കയ്യിലൊതുങ്ങുന്നതാണ്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന റിമോട്ട്, നേരത്തെ പരിചയപ്പെടുത്തിയ റിമോട്ട്. ബ്ലൂടൂത്ത് കോമ്പാറ്റബിൾ ആണ്. അതുമാത്രമല്ല, സ്വിച്ചുകൾ എന്ന് പറയുമ്പോൾ പവർ സ്വിച്ച് ഉണ്ട്. പിന്നെ ഒന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവർ കൊടുത്തുള്ളൊരു കാര്യമാണ് ഗൂഗിൾ അസിസ്റ്റ്. അപ്പോൾ ഈ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റ് ഓൺ ആവുന്നതാണ്. അതിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലാണ് മൈക്ക് വരുന്നത്. അപ്പോൾ ഈ മുകൾ ഭാഗം നമ്മൾ ചേർത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അതവർ ക്യാപ്ചർ ചെയ്യുന്നതാണ്. എന്നിട്ട് അതിന് വേണ്ട കീവേഡ് യൂസ് ചെയ്തിട്ട് സെർച്ചിലേക്ക് കൊടുക്കും. പിന്നെ സാധാരണ റിമോട്ടുകളിലെ പോലെ തന്നെ ഒരു ബാക്ക് സ്വിച്ച്, വോളിയം കൺട്രോൾ. പിന്നെ ഇതിൽ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഇൻബിൽഡ് ആപ്പായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് 2 സ്വിച്ചുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ചെറിയ റിമോട്ടാണ്, പെട്ടെന്ന് യൂസ് ചെയ്യാൻ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് HDMI കേബിൾ, ഇതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന HDMI കേബിൾ ഈ HDMI പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നും അതിൻ്റെ അടുത്ത പോയിൻ്റ് TVയിലെ HDMI പോർട്ടിലേക്കും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ TVയുമായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു. പിന്നീട് വേണ്ടത് ഈ ഒരു ഡിവൈസിലേക്കുള്ള പവർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പവർ അഡാപ്റ്റർ ഉപയോഗിച്ച് കറണ്ട് പോർട്ടിൽ കുത്തിയിട്ട് ഈ പവർ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പവർ വരും. അതോട് കൂടിയിട്ട് നമ്മളുടെ TV ഒരു സ്മാർട്ട് TV ആയി കഴിഞ്ഞു. ഇതിലുള്ള പോർട്ടുകൾ പരിചയപ്പെടാം. ഇതാണ് പവർ കൊടുക്കേണ്ട പോർട്ട്. ഇതൊരു USB പോർട്ടാണ്. ഇത് HDMI. ഇത് ഓഡിയോ നമുക്ക് ഔട്ടിലേക്ക് എടുക്കാൻ, അതായത് പുറത്തൊരു സബ്ബൊക്കെ വെച്ചിട്ട് ഇതിൽ നിന്ന് നേരിട്ട് ഓഡിയോ പുറത്തേക്ക് കൊടുക്കാനാണ് ഈ ഒരു ഓഡിയോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് വേറൊരു ഡിവൈസിലേക്ക്, ഇപ്പോൾ മിക്കവരുടെ കയ്യിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളുണ്ട്, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നേരിട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ച് ആ സ്പീക്കറിലേക്കോ ഹെഡ്സെറ്റിലേക്കോ നമുക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഇതാണ് MI ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന HDMI കേബിൾ. അപ്പോൾ ഇത് HDMI പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ആദ്യമേ നമ്മൾ TVയിലെ HDMI പോർട്ടിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ HDMI പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് പവർ കൊടുക്കണം. പവർ അഡാപ്റ്ററിൽ നിന്നുള്ള പിന്ന് അത് നമ്മൾ പവറിലേക്ക് കൊടുക്കുകയാണ്. പവറിലേക്ക് കൊടുക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയ വെളുത്ത ലൈറ്റ് കത്തി, അതിനർത്ഥം ഇത് ഓണായി എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് TV ഓണാക്കാം. നമ്മൾ ഡിവൈസ് ഓണായി.
ഇത് കണക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, സാധാരണ നമ്മളുടെ ടി വിയിലെ ഇൻപുട്ട് AV ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് HDMI പോർട്ടിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആവും. നേരെ വലിയ സെറ്റപ്പ് പ്രോസസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ നമ്മളുടെ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതാണ് MIയുടെ സാധാരണ രീതിയിലുള്ള MIയുടെ യൂസർ ഇൻ്റർഫേസ്. MI ബോക്സിനും MI TVക്കും ഇതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് റിമോട്ട് ഉപയോഗിച്ചിട്ട് സെറ്റിങ്സിലേക്ക് കൊണ്ടുവരിക. സെറ്റിങ്സ് എടുക്കുക. അതിൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് ഉണ്ട്. അതിൽ നേരത്തെ ഞങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹോട്ട്സ്പോട്ടുമായിട്ട്, ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടുമായിട്ട് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വൈഫൈ ഓൺ ആക്കുക. അപ്പോൾ ഈ അവൈലബിൾ നെറ്റ്വർക്ക്സിൽ ഏതൊക്കെയാണോ വൈഫൈ സിഗ്നൽസ് ഉള്ളത് അത് കാണിക്കും. നിങ്ങൾക്ക് പാസ്വേഡ് അടിക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റഡ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആവും. സാധാരണ നമ്മൾ ഫോണിലൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതും ചെയ്യുക. ഇതാണപ്പോൾ ഓക്കെ ബട്ടൺ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇത് പുറകിലേക്ക് പോവാം. ഇനി നമുക്കിതുകൊണ്ട് മെയിനായിട്ടുള്ള ഉപയോഗം സാധാരണ ഫോണുകളിൽ ഉപയോഗിക്കുന്ന പോലെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞു നെറ്റ്ഫ്ലിക്സും പ്രൈമും ഇതിൽ ഇൻബിൽഡാണ്, യൂട്യൂബും ഇൻബിൽഡാണ്. പിന്നെ ബാക്കിയുള്ള ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഹോട്ട്സ്റ്റാർ ഉണ്ട്, സൺ നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ കേബിളിൻ്റെ കാശ്, നമ്മൾ കേബിൾ കൊടുക്കുന്ന കാശ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും നെറ്റിൽ തന്നെ കാണാം. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ വാർത്താ ചാനലുകളും യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ സാധാരണ വീട്ടിൽ കുറേ പേര് സീരിയൽ കാണുന്നവർ, ഇപ്പോൾ അത്യാവശ്യം എല്ലാ സീരിയലുകളും യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി ഈ MI ബോക്സിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ക്രോം കാസ്റ്റിംഗ്. അതായത് നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ അതുപോലുള്ള ഡിവൈസുകൾ അതിൻ്റെ സ്ക്രീൻ നമുക്കിതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളുടെ ഫോൺ, ഇതാണ് നമ്മളുടെ ഫോൺ. അപ്പോൾ ആപ്സ് എടുക്കുക. ആപ്സിൽ താഴെ കാസ്റ്റിംഗ്, വ്യൂ ഫോൺ മീഡിയ, അതാണ് നമ്മുടെ ക്രോം കാസ്റ്റിംഗ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഓപ്പൺ ഗൂഗിൾ ഫോട്ടോസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ഫോട്ടോസ്. ഗൂഗിൾ ഫോട്ടോ തുറന്നു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് കാസ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്താ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് കാസ്റ്റിനുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് MiBox 4 കാണിക്കും. അതും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. ഇപ്പോൾ നമ്മളുടെ ഫോട്ടോസ്, വീഡിയോസും നമുക്ക് നമ്മുടെ ഫോണിലേത് അതിലേക്ക് കണക്റ്റഡ് ആവും, കാസ്റ്റഡ് ആവും. നമ്മുടെ സ്ക്രീൻ അതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഫോട്ടോസ് മാറ്റി യൂട്യൂബ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് യൂട്യൂബിൻ്റെ ഡയറക്റ്റ് കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ MiBox 4ൻ്റെ യൂട്യൂബിൻ്റെ മുകളിൽ തന്നെ കാസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും. കാസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ MiBoxലേക്ക് കാസ്റ്റ് ആവും. കണക്റ്റിംഗ് ടു MiBox 4. ഇനി നമുക്ക് ഈ ഡിവൈസിനെ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് ഈ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. ഈ ഡിവൈസിലേക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. ഇതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക. താഴെ റിമോട്ട് ആൻഡ് ആക്സസറീസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിമോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇത് ഓണാക്കണം. ആദ്യം JBL ഓണാക്കാം. JBL ഓണായിട്ടുണ്ട്. ഇനി ആഡ് ആൻ ആക്സസറി കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യും. എന്താ JBLൻ്റെ ട്യൂൺ 500 BT. ഓക്കെ കൊടുക്കുക. പെയർ ചെയ്യാം. പെയർഡായി. അപ്പോൾ നമ്മൾ JBL ആയിട്ട് കണക്ട് ചെയ്തു. ഇനി ബാക്ക് അടിക്കുക. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് യൂട്യൂബ് എടുക്കുക. ഇനി ഏതെങ്കിലും ഒരു ചാനൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഹെഡ്സെറ്റിൽ നിന്നാണ്. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ശബ്ദം. ഇത് ഏഡാണ്. ഏഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം.